good morning. Welcome you all to the very special episode of Fresh Vibes. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഫ്രഷ് വൈബ്സിന് മുതൽ പുതിയ മാറ്റങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് എന്ന്. ആ മാറ്റം എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു ജനറേഷനിൽ പൊതുവെ എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, ഫിറ്റ്നസ് ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി എന്ന് പറയുന്നത് ഹൗസ് വൈഫ്സ് ആണ്. അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാരൊക്കെ നമ്മൾ രാവിലെ പൊതുവെ കാണാറുണ്ട്. കുറേ അമ്മമാർ നടക്കാൻ വരുന്നത്, അതുപോലെ ജിമ്മിലൊക്കെ പോയിട്ട് വണ്ണം കുറയ്ക്കാനും ഹെൽത്ത് നോക്കാനും ഒക്കെ വേണ്ടി കുറേ അമ്മമാർ നടക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, രാവിലെ മുതൽ ഈവനിങ് വരെ അവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ലേഡീസ് അവിടെ വന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്നത് കാരണം വണ്ണം വെക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അത് കാരണം എല്ലാവരും ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ സ്ലിം ആവാനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽത്ത് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് എക്സസൈസ് ചെയ്യാനും വർക്ക്ഔട്ട് ചെയ്യാനും ഒക്കെ പോകുന്നുണ്ട്. നമ്മൾ പൊതുവെ കാണുന്നത് നടക്കാൻ പോകുന്നതും ഓടാൻ പോകുന്നതും അതുപോലെ ജിമ്മിലൊക്കെ പോകുന്നതാണ്. പക്ഷെ അതല്ലാതെ വേറൊരു ഫിറ്റ്നസ് പ്രോഗ്രാം ഉണ്ട്, സൂംബ. നമ്മുടെ കേരളത്തിൽ കോമൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ, എങ്കിലും എല്ലാവർക്കും ഇത് സൂംബയെ കുറിച്ച് അറിയാം. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല. ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന രീതിയിൽ കുറെ പേരൊക്കെ അറിയുന്നുണ്ട് സൂംബയെ കുറിച്ച്, പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അല്ലെങ്കിൽ സൂംബ പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് അതിനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് പ്ലേസ് കിട്ടിയെന്ന് വരില്ല. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ അത് കോമൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അവർ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നെറ്റൊക്കെ നോക്കി സെർച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നോക്കാനേ വഴിയുള്ളൂ. ബിക്കോസ് ഒരു ട്രെയിനറെ അവർക്ക് കിട്ടുന്നില്ല. സൂംബ ട്രെയിനിങ് സെന്റർ ഒന്നും നമ്മുടെ നാട്ടിൽ അധികമില്ല. പക്ഷെ അങ്ങനെ ഇനി ആരും വിചാരിക്കേണ്ട, നമ്മുടെ പയ്യന്നൂർ ഇവിടെ ലെറ്റ്സ് ഡാൻസ് ഉണ്ട്, സൂംബ ട്രെയിനിങ് ക്ലാസ്. സോ ഇനി മുതൽ സൂംബയെ കുറിച്ച് അറിയാത്തവർക്ക് എല്ലാവർക്കും സൂംബ ഫെമിലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് ഫ്രഷ് വൈബ്സ് ഉണ്ട്. സോ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ഫ്രഷ് വൈബ്സിൽ സൂംബയും കൂടി ഉണ്ട്. സോ ഫ്രഷ് വൈബ്സ്, സ്റ്റാർട്ട് ഫ്രഷ്, ഫീൽ ഫ്രഷ്. സൂംബ മലബാർ ഏരിയയിൽ തന്നെ ഫെമിലിയർ ആക്കിയ രണ്ടുപേര് നമ്മോടൊപ്പം ഉണ്ട് ഇന്ന് ഫ്രഷ് വൈബ്സിൽ. ഒരാളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും, ഹോം ഷെഫിലൂടെ നല്ല ടേസ്റ്റി ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കി തന്ന നമ്മുടെ സ്വന്തം സരിക ചേച്ചി, ഒപ്പം പ്രിയ ചേച്ചിയുണ്ട്. നമുക്ക് രണ്ടുപേരെയും ഫ്രഷ് വൈബ്സിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ഫ്രഷ് വൈബ്സ്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സൂംബയിലേക്ക് വന്നത്? സൂംബ ഇപ്പം കേരളത്തിലൊക്കെ മെല്ലെ കോമൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോ എല്ലാവരും ഒരു ഡാൻസ് ഫോം ആയിട്ട് ഇതിനെ കരുതുന്നുണ്ട്. ഇപ്പം പൊതുവെ എല്ലാവരും സൂംബയെ കുറിച്ച് അറിയുന്ന കുറെ പേരുണ്ട്, പക്ഷെ എന്നാലും അതൊരു ഡാൻസ് ഫോം ആണെന്ന് കരുതിയിട്ട് ചിലവർ പറയുന്നുണ്ട് എക്സസൈസ് ആണ്. ഇവിടേക്ക് ഇങ്ങനെ വല്ല കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ എറണാകുളം അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ആ ഒരു ലെവലിൽ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സൂംബയിലേക്ക് വന്നത്? സൂംബയിലേക്ക് ഞങ്ങൾ വരാനുള്ള ഫസ്റ്റ് റീസൺ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും കുറേ ലൈക്ക് 5-6 ഇയേഴ്സ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു പാഷനാണ്, ഡാൻസ് ഓഫ് കോഴ്സ്. അപ്പോൾ ആ ഡാൻസിലൂടെ ആണ് ഞങ്ങളുടെ ബോണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ റെഗുലറായിട്ട് ഞങ്ങൾ എക്സസൈസ് ജിമ്മിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ഒരുമിച്ച് പോകും, ഡാൻസ് ഒക്കെ ക്ലാസ്സിൽ പോകുന്നുണ്ട്, ഡാൻസ് പഠിക്കും, നമ്മൾ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ബേസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലൈക്ക് വൈകാണ്ട് അത് ഞങ്ങൾക്കും അതേപോലെ മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സുംബയെ കുറിച്ച് അറിഞ്ഞത്. അത് ഞാൻ എറണാകുളത്ത് പോയിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ലൈസൻസിങ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ സുംബ സ്റ്റാർട്ട് ചെയ്തത്. അത് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ലൈക്ക് അതിൻ്റെ പ്രയോജനവും പിന്നെ അത് ആ ഒരു ഫിറ്റ്നസ് ഫോർമാറ്റിൻ്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലായപ്പം തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവണം എന്ന രീതിയിലാണ് ഞങ്ങളിത് ഇവിടെ ഒരു സ്റ്റുഡിയോ, ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ലെറ്റ്സ് ഡാൻസ് എന്ന പേരിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. 2 years ആയി അല്ലേ? ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനറേഷനിൽ എല്ലാവരും പൊതുവെ ഫിറ്റ്നസ്സിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. അപ്പം ഈ പൊതുവെ ഈ ജിമ്മിലൊക്കെ പോകുന്ന രാവിലെ നടക്കാൻ പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർ ഇപ്പൊ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പോകുമ്പോൾ അവർക്ക് ബോറടിക്കും. പക്ഷെ സൂംബ എന്ന് പറയുമ്പോൾ ഒരു ഡാൻസ് കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. സുംബയെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നതിന് മുമ്പ് ഞാൻ എക്സസൈസിനെ കുറിച്ച് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ വയസ്സും പ്രായമൊന്നും നോക്കിയല്ല നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ശൈലിയും നമ്മുടെ ഭക്ഷണ രീതികളും, ഈവൻ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളുടെയും ക്വാളിറ്റി അങ്ങനെയാണ്. അവിടെ പണ്ട് നമ്മുടെ അമ്മമ്മമാർക്കൊക്കെ ഒരു അസുഖങ്ങൾ വന്നിരുന്ന ഏജിലല്ല നമ്മളെ ജനറേഷന് അസുഖങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലേ? അപ്പം അതിന് ആ ഒരു കാരണം കൊണ്ട് തന്നെ എക്സസൈസ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും പോലെ നമ്മുടെ ജീവിത രീതിയുടെ ഒരു ഭാഗം, ഒരു റുട്ടീനാക്കി മാറ്റണം
എക്സസൈസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്, അതിനൊരു ഏജ് ഒന്നുമില്ല. ലൈക്ക് ഇത്ര വയസ്സ്, ഒരു 25 വയസ്സാവണം എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ എന്നല്ല. നമ്മൾ റുട്ടീൻ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, അതുപോലെ നമ്മുടെ ഒരു റുട്ടീൻ്റെ ഭാഗം. കൊച്ചു കുട്ടികൾ തുടങ്ങി എത്ര മുതിർന്ന എത്ര വയസ്സായാലോ അവർക്ക് ആവുന്നത് പോലെ എക്സസൈസ് ചെയ്യണം. എന്തെങ്കിലും അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു ഗെയിംസ് മതി, അവർക്ക് ഓടിക്കളിക്കാൻ, ചാടി കളിക്കാൻ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി മസ്റ്റ് ആയിട്ട് അവർക്ക് ഉണ്ടായിരിക്കണം. ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് കുട്ടികളെ കളിക്കാൻ വിടണം, പഠിക്കണം. ഓഫ് കോഴ്സ് അവരുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ നമ്മൾ അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യം കളി തന്നെയാണ്. അത് ഓടിക്കളിക്കണം, ഫിസിക്കൽ ആക്ടിവിറ്റി മസ്റ്റ് ആണ്. അത് കൊണ്ട് കുട്ടികൾക്ക് ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മെമ്മറി പവർ, എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഒരു ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അവർക്ക് മെമ്മറി തിങ്ക് ചെയ്യാനും മെമ്മറി പവറും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി സഹായിക്കും. അതുപോലെ തന്നെയാണ് കുറച്ച് മുതിർന്നു വരുവാണ്, ടീനേജൊക്കെ കഴിഞ്ഞ് ഒരു 20+ ആവുമ്പോഴും നമ്മൾ എന്താ പറയാ, സാധാരണ എല്ലാവരും നമ്മൾ ബോഡി കോൺഷ്യസ് ആയി തുടങ്ങുമ്പോഴാണ് നമ്മൾ എക്സസൈസിലേക്ക് കടക്കുക അല്ലെ. അയ്യോ ഞാൻ തടി വെച്ചു എന്ന് ചോദിക്കും. അപ്പം എക്സസൈസ് ആക്ച്വലി വെയിറ്റ് ലോസ് അല്ല ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം, നമുക്ക് ഇനിയും കുറെ കാലങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കണം. അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടാനാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്. തടി കുറയ്ക്കുക എന്നുള്ളത് ഓഫ് കോഴ്സ് നമ്മുടെ ഒരു റുട്ടീന്റെ ഭാഗമാക്കിയാൽ ഈ അമിതവണ്ണം വരില്ല. നമ്മൾ നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കുകയും നല്ല ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയും ചെയ്താൽ തന്നെ ഈ തടി അമിതമായ വണ്ണം നമുക്ക് വരില്ല. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ചെറുതിലെ തുടങ്ങിയാലാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ബോഡി കുറച്ചയ്യോ വണ്ണം കൂടി എന്നൊക്കെ തോന്നുമ്പോഴാണ് ഇപ്പോൾ പലരും, ഈവൻ ഞങ്ങളാണെങ്കിൽ കൂടിയും അത് നമ്മൾ അതിന്റെ ഭാഗമായത് ആ ഒരു ചിന്ത വന്നിട്ടാണ്. അതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ലൈക്ക് എല്ലാവരും ആഫ്റ്റർ ഡെലിവറി ആയിരിക്കും എന്തായാലും ചെയ്യുക. എക്സസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരത് കഴിഞ്ഞിട്ടായിരിക്കും ചിന്തിക്കുക. ഒരു ഫാമിലി ഒക്കെ ആയി വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വണ്ണം കൂടി എന്ന് വിചാരിച്ചത് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് ഇപ്പം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ തനിയെ പോകും. ലൈക്ക് ആൾക്കാരായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും ഒക്കെ കുറയുമ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ അയ്യോ നമ്മൾ ഇങ്ങനെ ആ ഒരു ഫീല് വരും. നമ്മൾ തടി വെച്ചു, നമുക്ക് ഒരു പുറത്തിറങ്ങി എല്ലാ ഡ്രസ്സുകളും ഇടാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ എക്സസൈസ് ചെയ്യണം, തടി കുറയ്ക്കണം എന്ന് ചിന്തിക്കുക. അപ്പൊ ആ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുൻപേ വളരെ ചെറുപ്പത്തിലെ തന്നെ എല്ലാവരും അവരുടെ ഒരു ലൈഫിന്റെ ഭാഗമാക്കി മാറ്റണം എക്സസൈസ്. അതിന് എക്സസൈസ് എന്ന് പറയുമ്പം എന്നില്ല, എന്താണോ ഒരാളുടെ പ്രായത്തിനും മനസ്സിനും ഇണങ്ങുന്ന ഏതൊരു എക്സസൈസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാം, ഗെയിം മതിയെങ്കിൽ ഗെയിം ചെയ്യാം. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ നമുക്ക് ഉണ്ടായിരിക്കണം, നമ്മൾ ചെയ്തിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അത് ഇത്ര ദിവസം ചെയ്യണം, അങ്ങനെയല്ല. ദിവസവും നമുക്ക് സമയം ഇതുപോലെ വേറൊരു ഇതെന്താന്ന് വെച്ചാൽ സമയമില്ല എക്സസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിനക്ക് കുറെ സമയമുണ്ടല്ലോ ഇതൊക്കെ ചെയ്യാൻ, അങ്ങനെയല്ല. നമുക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചിട്ട് 1 മണിക്കൂർ, നമ്മുടെ ഒരു ദിവസത്തിന് 1 മണിക്കൂർ നമ്മൾ മാറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ച പറ്റാത്തായിട്ട് ഒന്നുമില്ല. അതുപോലെ നമ്മൾ നമ്മുടെ ഒരു ഡെയിലിനകത്ത് 1 മണിക്കൂർ നമുക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് മാറ്റി വെക്കുക. ലേഡീസിനോട് പറയാനാണെങ്കിൽ ലൈക്ക് ഇതുപോലെ പറഞ്ഞ ഹൗസ് വൈഫ്സ് ഒക്കെ ആണെങ്കിൽ അവര് വീട്ടിൽ വലിയ പിള്ളേരെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കടന്ന് പാടുപെടുന്നത്. അപ്പോൾ ആലോചിക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഫാമിലി നോക്കുന്നു, അവർക്ക് വേണ്ടി ഇന്നതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ടത്. കാരണം നമ്മൾ ആണ് ഇത് ചെയ്യുന്നത്, നമ്മളിത് ചെയ്യണം. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വേണം അല്ലേ. അപ്പൊ നമ്മൾ നല്ല ആരോഗ്യത്തോടുകൂടി ഇരുന്നാലേ ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മക്കളുടെ ആയാലും അച്ഛനും അമ്മയും ഭർത്താവിന്റെയും ഒക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ എപ്പോഴും ആരോഗ്യത്തോടു ഇരിക്കണം. മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയാണ്, ശരി സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ആയിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കാനല്ലോ നമുക്കെല്ലാം ഗുണം കിട്ടുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് മസ്റ്റായിട്ട് ഒരു ഫിസിക്കൽ എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്യണം. അങ്ങനെ ഒരു എക്സസൈസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ വളരെ ട്രെൻഡി ആയിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ഫോർമാറ്റ് ആണ് സുംബ. നല്ലൊരു മെസ്സേജാണ് ശരിക്കും നമുക്കിപ്പോൾ തന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രമല്ല ചെയ്യേണ്ടത്. ശരിക്കും എക്സസൈസ് എന്ന് പറയുന്നത്, ഫിറ്റ്നസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതിലൂടെ വരുന്ന സമയത്ത്
എന്തായാലും നമ്മുടെ വണ്ണവും കുറയും, നമ്മൾ ഫിറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹെൽത്തിൽ തന്നെയാണ്. നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ഫുഡും കഴിക്കാം, ഒന്നും പേടിക്കണ്ട, എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം, എല്ലാം ചെയ്യാം. സോ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണം, നമ്മൾ ഫിറ്റ് ആയിട്ട് ഇരിക്കാം. അത് തന്നെ എന്തൊരു നല്ലൊരു മെസ്സേജ് ആണത്. തീർച്ചയായും നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഫിറ്റ് ആൻഡ് ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്. അത് രണ്ടും ഹാപ്പി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ പിന്നെ എല്ലാം ഓക്കെയാണ്. നമുക്ക് നമ്മളെ ഒന്നും എല്ലാം നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും. എന്ത് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നമുക്ക് അതിനെ ചെറുക്കാനുള്ള ഒരു പവർ നമ്മുടെ മനസ്സിന് കിട്ടും. അതുപോലെ നമ്മുടെ ചുറ്റിനുള്ളവർക്കും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൊടുക്കാൻ പറ്റും. മൈൻഡും ബോഡിയും ഒരുപോലെ ഹെൽത്തി ആയിട്ടിരിക്കണം. അതാണ് സുംബയുടെ ഒരു അഡ്വാൻറ്റേജും ഒരു മെയിൻ പ്ലസ് പോയിന്റുമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത, ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്നവർക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു കാര്യവും അതാണ്. ഇനി സുംബയെ കുറിച്ച് പറയാനാണെങ്കിൽ അത് ബേസിക്കലി ഒരു ഡാൻസ് ബേസ്ഡ് വർക്കൗട്ടാണ്. അത് ഇതിന്റെ ക്രിയേറ്റർ ഒരു കൊളംബിയൻ ഡാൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡാൻസ് ഫോംസ് ലാറ്റിൻ അമേരിക്കൻ ഡാൻസ് ഫോംസ് ആണ്. സാൽസ നമുക്ക് ഇവിടെ കുറച്ച് ഫെമിലിയർ ആയിരിക്കും. സാൽസ ഒരു ഡാൻസ് ഫോം, ഫിലിംസിലൊക്കെ സാൽസ, മെറിംഗെ, കുംബ്യ, ഹിപ്പ് ഹോപ്പ്, അങ്ങനെ കുറെ ഒരു 3 റഗറ്റൺ അങ്ങനത്തെ കുറച്ച് ഡാൻസ് ഫോംസ് ആണ് ബേസിക് ആയിട്ട് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അത് പോപ്പുലറായി ഓൾ ഓവർ ദ വേൾഡ് വളരെ പോപ്പുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വേൾഡ് ഡാൻസ് ഫോംസും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സുംബയിൽ. എല്ലാ ഡാൻസ് ഫോംസ് വെച്ചാൽ ഒരു ഡാൻസിലല്ല, എല്ലാ ഡാൻസ് ഫോംസിന്റെ റിതംസും സുംബയിൽ വരുന്നുണ്ട്. ഇന്ത്യയിൽ അവരെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പഞ്ചാബി ഡാൻസ് ആണ്. ഭാംഗ്രയാണ് ഇന്ത്യൻ ഡാൻസ് ഫോം ആയിട്ട് സുംബ ഇതെടുത്തിരിക്കുന്നത്. സുംബ ആക്ച്വലി ഒരു 1 hour വർക്കൗട്ട് ആണ്. ഒരു വീക്ക്ലി 3 times ചെയ്താൽ മതി. അതായത് എവറി ഓൾട്ടർനേറ്റ് ഡേ സുംബ ചെയ്യേണ്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു ഹൈ കാർഡിയോ വർക്കൗട്ടാണ് ഇത്. ഒരു കാർഡിയോ വാസ്കുലർ ലൈക്ക് ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. 1 hourൽ നമ്മൾ ഒരു ഹൈ ലോ ഇന്റൻസിറ്റിയിൽ പാട്ടുകൾ ചെയ്യും. ഒരു വാമപ്പിൽ തുടങ്ങി കൂൾ ഡൗൺ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വാമപ്പിൽ തുടങ്ങി കൂൾ ഡൗണിൽ അവസാനിക്കും. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു 8 to 12 പാട്ടുകൾ നമ്മൾ ഒരു സെഷനിൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ ഇന്റൻസിറ്റി കാർഡിയോ ആയതുകൊണ്ട് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. 1.5 ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്താൽ തന്നെ ആവശ്യത്തിനായി നമുക്ക് എക്സസൈസ് എന്നുള്ള ഒരു കാർഡിയോ എക്സസൈസ് എന്നുള്ള രീതിയിൽ ഫുൾ ബോഡി വർക്കൗട്ടാണ് ആക്ച്വലി ഇത്. ഇതിന് പിന്നെ അതുപോലെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏത് പ്രായക്കാർക്കും ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഇതിന് സ്ട്രിക്ട് റൂൾസ് ഇല്ല. ഇതിന്റെ മെയിൻ റൂൾ എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് കീപ് മൂവിങ്. വെറുതെ നിൽക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഇൻസ്ട്രക്ടേഴ്സ് മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുക്കും. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സേ ഉള്ളൂ. ഈ പറഞ്ഞ ഡാൻസ് ഫോംസിന്റെ ഒക്കെ ബേസിക് സ്റ്റെപ്സേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 to 4 minutes ആയിരിക്കും പാട്ടുകൾ. അതിലൊരു 4 സ്റ്റെപ്പ് മെയിൻ, ഒരു 4 or 5 സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ ബേസിക് സ്റ്റെപ്സ്. അത് നമ്മൾ കാണിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് എല്ലാവർക്കും ഒരു 1-2 ക്ലാസ് കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ ഡാൻസ് അറിയണമെന്നില്ല. ഇത് കളിക്കാൻ ഡാൻസ് അറിയാതിരിക്കുന്നതിനും കുറച്ചും കൂടി എളുപ്പം. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. സൂംബ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയുമ്പോൾ തന്നെ അവർ ആദ്യം ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഡാൻസ് അറിയില്ല, അപ്പൊ എന്താ ചെയ്യാ, ഞങ്ങൾക്ക് സൂംബ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആക്ച്വലി ഡാൻസ് അറിയാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ചെയ്യാൻ. അപ്പൊ ഈസിലി സുംബയിലേക്ക് അഡാപ്റ്റ് ചെയ്യാം. മറ്റേത് ഡാൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കളിക്കുമ്പോഴും ഡാൻസ് ആയി പോകും. അതിലെ ഡിഫറൻസ്, അതിലേക്ക് ഞാൻ വരാം. ഡാൻസും സുംബയും ഡിഫറൻസ് വേറെയുണ്ട്. ഇത് ഒരു ഈസി സ്റ്റെപ്സ് ആയതുകൊണ്ട് നമുക്ക് വേഗം ഫോളോ ചെയ്യാൻ പറ്റും. ഏജ് ഗ്രൂപ്പ് ഇപ്പം പ്രായമുള്ളവർക്കും ചെയ്യാം, അതും സംശയമാണ്. അതിലൊരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഈ വെറുതെ നിൽക്കാൻ പാടില്ല. അവർക്ക് എന്താണോ കിട്ടുന്നത്, ലൈക്ക് ഇപ്പൊ കൈ മാത്രം ആക്ഷനാ കിട്ടുന്നുള്ളെങ്കിൽ ജസ്റ്റ് അത് മാത്രം ചെയ്താൽ മതി. കാല് മൂവ്മെന്റേ കിട്ടുന്നുള്ളെങ്കിൽ പതുക്കെ നമുക്കൊരു കോർഡിനേഷൻ ആവുമ്പോൾ ഒരുമാതിരി നമ്മൾ ഇൻസ്ട്രക്ടർ ചെയ്യുന്നതിന്റെ ഒരു 3/4 ഭാഗവും അവർക്ക് അതേപോലെ ആ എനർജി ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഏജ് ഒന്നും പ്രശ്നമല്ല. ഈവൻ പ്രഗ്നന്റ് ലേഡീസ് വരയ്ക്കും ആഫ്റ്റർ 3 months ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് വേറെ കോംപ്ലിക്കേഷൻസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ സുംബ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് അവർക്ക് ആവുന്ന അത്രയും ചെയ്താൽ മതി. സ്ട്രിക്ട് റൂൾസ് ഇല്ല, ഇങ്ങനെ ചെയ്തോളണം എന്നില്ല. അത് എന്താണോ ആവുന്നത് അത്രയും ചെയ്താൽ നമ്മളത് ചെയ്യാൻ ഫ്രീ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഈ സോങ്സ് 12 songs ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കണ്ടിന്യൂസ് ആയിട്ട് 1 hour ചെയ്യുന്നതാണോ? 1 hour കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അത് എങ്ങനെയാന്ന് വെച്ചാല് ലൈക്ക് ഒരു ഹൈ ഇന്റൻസിറ്റി പാട്ടെടുക്കും. അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഈ റേഞ്ചിലെ പാട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് കൂട്ടും, ഹൈ പോകും. ഒരു ഹൈ ലോ മീഡിയം അങ്ങനെ വേരിയേഷനിലാണ് നമ്മളിത് ചെയ്യുക. അതാണ് ഈ സുംബയുടെ ഒരു മെയിൻ സയന്റിഫിക് ഒരു ടെക്നിക് ഫോളോ ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ട്രെയിനിങ് എന്നാണ് അതിന് പറയാം. ഹൈ ലോ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഹാർട്ട് ബീറ്റ് നല്ലതാണ് റേസ് ചെയ്ത് പതുക്കെ ഒന്ന് താഴ്ത്തിക്കൊണ്ടുപോകും. വീണ്ടും പിന്നെ അത്രയും ഹൈയിലേക്ക് പോകണമെങ്കിൽ വീണ്ടും അത്രയും നമ്മൾ കാലറി ബേൺ ചെയ്യണം.
അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ നമുക്ക് 1 മണിക്കൂറിൽ ഒരു 500 തുടങ്ങി 700 വരയ്ക്കും കാലറി സുഖമായിട്ട് ബേൺ ചെയ്ത് പോകും ഒരു സുംബ ക്ലാസ്സിൽ. ഈ ഒരു ഇതിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ക്ഷീണം വരില്ല, ലൈക്ക് കൂടി അത് കഴിഞ്ഞ് പതുക്കെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടും, വീണ്ടും പതുക്കെ കൂട്ടും. ആ രീതിയിലാണ് ഇതിന്റെ ഒരു ടെക്നിക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മൾ. ഇപ്പൊ ഈ സൂംബ ചെയ്യുമ്പോൾ ആരും ഈ കണ്ടിന്യൂസ് ആയിട്ട് 1 hour എന്നൊക്കെ കേൾക്കുമ്പോൾ ചില എല്ലാവരുടെയും മനസ്സിലൊരു ഇതുണ്ടാവും, ഈ കണ്ടിന്യൂസ് ആയിട്ട് 1 hour എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ആരും ടെൻഷൻ അടിക്കണ്ട, നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ടൈം നമുക്ക് വർക്ക്ഔട്ടിലൂടെ തന്നെ കിട്ടും. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഡാൻസിൽ നിന്നും വ്യത്യസ്തമാവുന്നത്? ഒരു ഡാൻസ് ഫോം ആണെന്നും പറയുന്നുണ്ട്, അല്ലെന്നും പറയുന്നുണ്ട്. അല്ല ആണെന്നില്ല, ഡാൻസിന്റെ ബേസിക് സ്റ്റെപ്സ് ഇതിൽ എടുക്കുന്നു, യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ഡാൻസ് ഫോം അല്ല. ലൈക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ പഞ്ചാബി ഡാൻസും ബോളിവുഡും എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡാൻസ് സ്റ്റൈൽ അല്ല സുംബ. ആ ഒരു ഡാൻസിന്റെ ബേസിക് സ്റ്റെപ്സ്, അതായത് ലാറ്റിൻ അമേരിക്കൻ ഡാൻസ് ഫോംസിന്റെ ബേസിക് സ്റ്റെപ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഡാൻസ് ബേസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനകത്ത് എറോബിക് മൂവ്മെന്റ്സും ഡാൻസ് മൂവ്മെന്റ്സും കൂടി മിക്സ്ഡ് ആണ് സുംബയിനകത്ത് വരിക. അപ്പം ഇത് എങ്ങനെയാണ് അതിന്റെ കൊറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ ഒരു ഡാൻസ് ഫോം എടുത്തു, അതിന്റെ ബേസിക് സ്റ്റെപ്സ് എടുത്തു. അപ്പൊ ആ ഒരു മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ലെഗ് മൂവ്മെന്റ് ആണ് കൊടുക്കുന്നെങ്കിൽ ലെഗ് ചെയ്യുന്ന സമയത്ത് കാലിലെ മസിൽസ് ലൈക്ക് കാഫ് മസിൽസും തൈ മസിൽസും ഇഫക്റ്റീവ് ആവുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുക. നോർമലി ഒരു ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നു, കിക്ക് ചെയ്യുന്നു, റേസ് ചെയ്യുന്നു, ജമ്പ് ചെയ്യുന്നു. ഇതല്ലാതെ ആ കോൺസെൻട്രേഷൻ ഫുൾ നമ്മുടെ മസിൽസിലായിരിക്കും. ടോട്ടൽ മസിൽസ്. ഇപ്പൊ കൈ മൂവ്മെന്റ് ആണ് ചെയ്യുന്നെങ്കിൽ കൈ മസിൽസിലെ ഇവിടെ ആം, അതേപോലെ ബൈസെപ്സ്, ഈ ഒരു മസിലിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അതുപോലെ ടേണിംഗ്, ട്വിസ്റ്റ്, റോളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആബ്സ്, കോർ ഏരിയ ആയിരിക്കും ഫുൾ കോൺസെൻട്രേറ്റ്. അപ്പൊ അത് ചെയ്യുന്ന രീതിയിലിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് നിന്ന് ചെയ്താലേ സുംബ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡാൻസ് ആയിപ്പോവും. ഡാൻസും സുംബയുടെയും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വളരെ മൈൽഡ് ഡിഫറൻസ്, കാണുന്നവർക്കൊന്നും ചെയ്യില്ല, അത് പറഞ്ഞു കൊടുത്ത് ചെയ്യുമ്പോഴാണ് അതിന്റെ ഡിഫറൻസ്. ലൈക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ലൈക്ക് നമ്മൾ അടിക്കാൻ പാടില്ല, ലൈക്ക് സ്റ്റാമ്പ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാല് വെക്കുന്ന ശബ്ദം കേൾക്കാൻ പാടില്ല എന്നാണ് അതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ. നമ്മൾ ചെയ്യുന്നത് ഹെവി ആയിട്ട് കാല് റേസ് ചെയ്തായിരിക്കും താഴെ വെക്കുന്നത്, പക്ഷെ ആ ശബ്ദം കേൾക്കാത്ത രീതിയിൽ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് നമ്മുടെ കാലാണെങ്കിൽ കാല് മസിൽസിനായിരിക്കും, തൈ മസിൽസിനായിരിക്കും, ആംസ്ട്രിങ്സിനായിരിക്കും. ആ കോൺസെൻട്രേഷൻ നമ്മൾ റേസ് ചെയ്യുന്നതും കിക്ക് ചെയ്യുന്നതൊക്കെ അങ്ങനെയായിരിക്കും. ഇത് തന്നെയാണ് അപ്പൊ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡാൻസിൽ. തീർച്ചയായിട്ടും അത് ആ ചെയ്യുന്ന രീതിയിലാണ്, കാണുന്നവർക്ക് അത് ഡാൻസ് ആയിട്ടേ തോന്നുള്ളൂ. ഇപ്പൊ കൈ പിടിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൂസ് അല്ല, ആ സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ട് ചെയ്യണം. അപ്പോഴാണ് അത് എഫക്ട് ചെയ്യേണ്ട സ്ഥലത്ത് അതിന് എഫക്ട് ഉണ്ടാവുള്ളൂ. ടേണിംഗ്, ട്വിസ്റ്റിംഗ് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് പൊതുവെ ഡാൻസിൽ പറയുമ്പോൾ കാല് വെക്കുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് കേൾക്കണം. ഇതിൽ അതാണ് മെയിൻ ഡിഫറൻസ്. നമ്മൾ അടിക്കാൻ പാടില്ല, അത് നമുക്ക് ഇഞ്ചുറി ഉണ്ടാക്കും. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് സുംബ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഷൂസ് മസ്റ്റായിട്ട് ഷൂസ് വേണം, അത് ആക്ച്വൽ കുഷനിങ് ഉള്ള ഷൂസ് വേണം. ഓവർ ഗ്രിപ്പ് ഉണ്ടാവാനും പാടില്ല, നമുക്ക് മൂവ്മെന്റ് കിട്ടണം. റണ്ണിങ് ഷൂസ് ഒക്കെ ഈസി ആയിട്ട് ഭയങ്കര ഗ്രിപ്പുള്ള ഷൂസ് ഇടാൻ പാടില്ല. അപ്പം ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മുടെ കാല്, മൂവ്മെന്റ് കിട്ടുന്നതിന് അത്രയും മാത്രം ഗ്രിപ്പുള്ള ഷൂസ് ആവശ്യത്തിന്, ഫ്രണ്ട് ബാക്ക് പോർഷൻ മാത്രം ഗ്രിപ്പുള്ള ഷൂസ്, നല്ല കുഷനിങ് എഫക്റ്റ് ഉള്ള ഷൂസും യൂസ് ചെയ്യണം. അതും ഒരു കാര്യമാണ് നമുക്ക് സുംബ ചെയ്യുമ്പോഴത്തേക്ക്. എന്തായാലും സൂംബ എന്ന് പറയുന്ന ഒരു ടോട്ടൽ ബോഡി വർക്ക്ഔട്ട് തന്നെയാണ്, അല്ലാതെ കൈന് മാത്രം കാലിന് മാത്രം അല്ല, ടോട്ടൽ ബോഡിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് തന്നെയാണ് സൂംബ. എങ്ങനെയാണ് ഈ സൂംബ എക്സസൈസിൽ നിന്നും ഡിഫറെന്റ് ആവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൂടുതൽ ബെനിഫിറ്റ്സ് അതിന്റെ? മറ്റ് എക്സസൈസ് രീതിയിലും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇത് പറഞ്ഞു ഫുൾ ബോഡി എക്സസൈസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യുന്നു, നല്ല ഹാർട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ഹാർട്ടിന് വളരെയധികം ഗുണം ചെയ്യുന്നത്, നമ്മുടെ ഹാർട്ടിൻ്റെ എൻഡ്യൂറൻസ് കൂട്ടാനും വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഹാർട്ടിന് ബെനിഫിറ്റ്. ഇനി ഒന്ന് മസ്കുലർ, ഇപ്പം പറഞ്ഞ പോലെ മസ്കുലർ എക്സസൈസ് വേണം. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ എക്സസൈസും ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നത് അതാത് ബോഡി പാർട്ടിലെ മസിൽസിന് ഇഫക്റ്റീവ് ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം മസിൽസിന് ബെനിഫിറ്റ് കിട്ടി. പിന്നെ ഓഫ് കോഴ്സ് വെയിറ്റ് ലോസ് ഉണ്ട്, കാരണം നമ്മൾ ഈ 1 hour ഹൈ കാർഡിയോ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ കുറെ കാലറി ബേണിംഗ് നടക്കും. അതേപോലെ ഈ പറഞ്ഞല്ലോ ഓരോ മസിൽ ഭാഗങ്ങൾ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നല്ല ടോണിങ് നമ്മുടെ ദേഹത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ബോഡി റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ്
ടോണിങ്. അപ്പം ഒരു 3 monthsലൊക്കെ നമുക്ക് പെട്ടെന്ന് വെയിറ്റിലെ ലോസിനെക്കാളും ഇഞ്ചസ് ലോസ് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ക്ലയൻസിന്റെ അടുത്ത് പറയാം നിങ്ങൾക്ക് അതായത് പാകമാവാത്തൊരു ഡ്രസ്സ് മാറ്റി വെക്കാൻ പറയും. 3 monthsനുള്ളിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഡ്രസ്സ് ഇട്ട് വന്ന് ഇത് ലൂസായി എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ വെയിറ്റ് ലോസ് കാരണം വെച്ചാൽ നമ്മുടെ ഇത് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ മസിൽ മാസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ആവും. അപ്പൊ വെയിറ്റ് ലോസ് മെഷീനിൽ വലിയ ലോസ് കാണുന്നില്ല, പെട്ടെന്ന് അറിയാൻ പറ്റുക ഇഞ്ചസ് ലോസ് ആണ്. സൈഡ്സ് ഒക്കെ വേഗം, സൈഡ്സ് കയ്യിലൊക്കെ ഇഞ്ചസ് ലോസ് നമുക്ക് വേഗം നമ്മുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. അതെ, നമ്മുടെ ബോഡി റെസിസ്റ്റന്റ് ആണ്. നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് ഒരു പുള്ളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ എയറും നമ്മളെ ബോഡിക്ക് വെയിറ്റ് ഒന്നും ഇല്ല കയ്യിൽ. ഇല്ല. ആക്ച്വലി സുംബയ്ക്ക് വെയിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ടോണിംഗ് ഉണ്ട്. സുംബ ടോണിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡംബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഈവൻ ചെയർ യൂസ് ചെയ്തിട്ട് സുംബ എക്സസൈസ് ഉണ്ട്. വെള്ളത്തിലുണ്ട് ആക്ച്വലി അക്വാ സുംബ. കുറെ വേരിയേഷൻസ് ഉണ്ട് സുംബയ്ക്ക്. ചെയർ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പർ യൂസ് ചെയ്യുന്നതുണ്ട്, എന്താണ് ചെറിയ ഡംബൽ യൂസ് ചെയ്യുന്നതുണ്ട്, അക്വാ സുംബ ഉണ്ട് വെള്ളത്തില്. അപ്പൊ അങ്ങനെ ഇതിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഇവിടെ ഉള്ള ഒരു ക്ലയന്റിന്റെ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് ബേസിക് സുംബ തന്നെ ഫൈൻ ആണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ലൈക്ക് ഇപ്പൊ ഒരു എന്താണ് ഇത് പറഞ്ഞു, വെയിറ്റ് ലോസ് പറഞ്ഞു. ഇനി ഒരു അഡ്വാൻറ്റേജ് സ്ട്രെസ് ബസ്റ്റർ ആണ്. അതായത് നമുക്കറിയാം വീട്ടിലെ ടെൻഷൻ ആയാലും ഓഫീസ് ജോലിയാണെങ്കിൽ ജോലി ടെൻഷൻ, വർക്ക് പ്ലേസ് ടെൻഷൻസ്, ട്രാഫിക്, ഇതെല്ലാം ഒരു സ്ട്രെസ്സാണ്. നമുക്ക് എല്ലാം പെട്ടെന്ന് ഇപ്പൊ എല്ലാവരും കുട്ടികളടക്കം പെട്ടെന്ന് സ്ട്രെസ്ഫുൾ ആവുന്ന ഒരു സമയമാണ് ഇപ്പൊ നമുക്ക്. എല്ലാ പഠിക്കാൻ പറഞ്ഞ പ്രശ്നം, എല്ലാ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ ഒരു സുംബ ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ആ 1 മണിക്കൂർ നമുക്ക് വേറൊന്നും ആലോചിക്കാനുള്ള സമയമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ സുംബയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സുംബയ്ക്ക് തന്നെ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറെ ഫേമസ് ആയിട്ടുള്ള പോപ്പ് സിംഗേഴ്സ് സെയിം സോങ്സ് സുംബയ്ക്ക് വേണ്ടി തന്നെ മ്യൂസിക് ചെയ്യുന്ന, എഴുതുകയും മ്യൂസിക് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് ആ പോപ്പ് സിംഗേഴ്സിന്റെ വേണ്ടിയിട്ട് അവര് സുംബയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പാട്ടുകളാണ് മെയിൻ സുംബ സോങ്സ്. അതിപ്പോ ഒരു മാസം നമുക്ക് 10 പാട്ടുകളോളം സുംബയിൽ വരും. അപ്പൊ ഇത് സുംബ ഇതിന് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന പാട്ടുകളാണ്. ഇനി നമ്മൾ നമ്മുടെ ക്ലയൻസിന്റെ ഇഷ്ടം അനുസരിച്ചും പാട്ടുകൾ എടുക്കാറുണ്ട്. ഇപ്പൊ ചിലപ്പോൾ അവർക്ക് ഫേവറേറ്റ് നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് നമ്മുടെ ലാംഗ്വേജിലെയോ ഹിന്ദിയോ ഒക്കെ പാട്ടുകൾ അവരുടെ ഒരു ഡിമാൻഡ് അനുസരിച്ചിട്ടും അതും നമ്മൾ ഈ ബേസിക് സ്റ്റെപ്സ് യൂസ് ചെയ്ത് നമ്മൾ കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കും. അപ്പം ഈ പാട്ടുകളുടെ എഫക്റ്റ് എന്ന് വെച്ചാൽ വളരെ പെപ്പി ആയിട്ടുള്ള സോങ്. നമുക്ക് ലാംഗ്വേജ് ബുദ്ധിമുട്ടാണ്, മിക്കവാറും എല്ലാം സ്പാനിഷും ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ ആയിരിക്കും. ഈസി നമുക്ക് അതിന്റെ ലിറിക്സ് മനസ്സിലായില്ലെങ്കിലും മ്യൂസിക് ഭയങ്കര സൂതിങ് ആയിരിക്കും. അതൊരു 2-3 ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പോകും. അപ്പൊ ഈ പാട്ട് കേട്ട് അത് ആസ്വദിച്ചാണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ അതുപോലെ ക്ലാസ്സിൽ മിറർ ഉണ്ട്. അപ്പൊ മിറർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ടേഴ്സിന്റെ ക്ലയൻസിനെ കാണാനും അവർ ചെയ്യുന്നത് കറക്റ്റ് ആണോ, നമ്മൾ അതിലാണ് കാണുക, അത് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കാനും, അതുപോലെ തന്നെ അവരവരെ കാണാനാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അത് ചെയ്യുന്ന അത്ര പെർഫെക്ഷനോട് ചുറ്റും അടുത്തുള്ള ആളെയും ഇൻസ്ട്രക്ടറെയും നോക്കി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കളിക്കുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, ഞാൻ കളിക്കുന്നത് നമ്മൾ കണ്ട് ആസ്വദിച്ചാണ് കളിക്കുന്നത്. അപ്പൊ തന്നെ എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വരും. നമ്മൾ കളിക്കുമ്പോൾ ഭംഗിയുണ്ട്, നമ്മളെ തന്നെ ആസ്വദിച്ച. അതാണ് ആ 1 മണിക്കൂറിൽ വേറെ കാര്യങ്ങളൊന്നും നമുക്കിപ്പോ വേറെ എന്തെങ്കിലും ഒരു വർക്ക് നടക്കാൻ പോവാണെങ്കിൽ ഇന്നിപ്പോ പോയിട്ട് എന്ത് വെക്കണം അത് ആലോചിക്കാം, സ്ത്രീകളാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ ആലോചിക്കാം, ഇനിയിപ്പോ ഈ മാസത്തെ EMI എങ്ങനെ അടച്ചോ, ഇങ്ങനത്തെ പല ചിന്തകളും നടക്കാം. അപ്പൊ പക്ഷെ ഇതെല്ലാം തലയിൽ വരും. ഈ ഇവിടെ മൈൻഡ് ഫ്രീ ആവാൻ പറ്റും. നമ്മൾ എക്സസൈസ് ചെയ്യുന്നു കറക്റ്റ്, പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ അതൊന്നും ആലോചിക്കാൻ സമയം കിട്ടില്ല. കാരണം നമ്മൾ പാട്ട് കേട്ടു, അതിൽ ആസ്വദിച്ച് നമ്മളെ തന്നെ കണ്ട് അങ്ങ് കളിക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല, വേറെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയമില്ല. ഫുൾ ഇൻവോൾവ് ആവാൻ പറ്റും. ഫുൾ ഇൻവോൾവ് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു മീ ടൈമാണ് ആക്ച്വലി. നമ്മളെ തന്നെ ആസ്വദിച്ച് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, മനസ്സിന് ഭയങ്കര സന്തോഷമായി. അത്രയും നേരം സ്ട്രെസ് ഇല്ല, ആ സ്ട്രെസ്സൊക്കെ അത്ര നേരം ഇത് പോയി. പിന്നെ ഒരു ഹൈ കാർഡിയോ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും ബ്രെയിനിൽ എന്താണ് ഹോർമോൺസ് റിലീസ് ആവുന്നത്, ഹാപ്പി ഹോർമോൺസ് ആണ്. അത് ആകുമ്പോഴത്തേക്കും സ്ട്രെസ് എല്ലാം പോയി നമ്മൾ സന്തോഷം. അപ്പൊ ആ ഒരു 1 hour കഴിയുമ്പോൾ തന്നെ എല്ലാവരും നമുക്ക് ഹാപ്പി ഫേസസ് മാത്രമേ ക്ലാസ്സിൽ കാണാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരു ഗ്രൂപ്പ് വർക്കൗട്ട് ആണല്ലോ. അപ്പൊ ഗ്രൂപ്പ് വർക്കൗട്ട് ആകുമ്പോഴത്തേക്ക് ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ വരികയാണ്. അപ്പം എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പം ഫ്രണ്ട്സിന്റെ കൂടെ വരുന്നവരുണ്ട്, അല്ലാതെ വരുന്നവർക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ, നമുക്ക് പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അതൊരു ഒരു ഫാമിലി ആയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ പല ആഘോഷങ്ങളും നമ്മൾ നടത്താറുണ്ട്. ലൈക്ക് ഓണം, ക്രിസ്മസും, വാലന്റൈൻസ് ഡേയും, ഈവൻ ബർത്ത്ഡേസ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ അവർക്കൊരു കുറെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവുന്നു. അതിൽ ഇവിടെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതൊരു
ഒരു വലിയ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഒരു ഫ്രണ്ട് അല്ലേ, നമുക്കൊരു ഷോപ്പിംഗോ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു കൂട്ട് എപ്പോഴും നല്ലതല്ലേ. അപ്പം ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ പ്ലസ് ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ്. അപ്പൊ ക്ലാസ്സിൽ വരും, നീ പോകുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ട്, എന്നാ ഞാൻ വരാം. അപ്പൊ പബ്ലിക്കിന്റെ ഇടയിൽ ഇറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇടയിൽ നിൽക്കുമ്പോൾ അപ്പൊ ഈ ക്ലാസ്സിൽ വരാൻ ഒരു മോട്ടിവേഷൻ ആണ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ. അപ്പൊ നീ പോകുന്നുണ്ട്, എന്നാ ഞാൻ വരാം. അപ്പൊ അവള് കളിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് കളിച്ചൂടാ? അപ്പൊ അത് ഒരു ഹെൽത്തി കോമ്പറ്റീഷനും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടും അത് നമുക്ക് തനിയെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ആണ്, എനിക്കും ആവും. അപ്പൊ ഇപ്പൊ ഒരു വെയിറ്റ് ലോസ് ഒക്കെ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കുറച്ചുകൂടി കൂടി നമുക്ക് നല്ല വേഷങ്ങൾ ഇടാം, നമുക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ ഇടാനായിട്ട് പറ്റും. അപ്പൊ ഓവറോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ ഫ്ലെക്സിബിലിറ്റി, ഒരു ഡാൻസ് ഫോം ആയതുകൊണ്ട് ഒരു ഡാൻസ് എക്സസൈസ് എന്നുള്ള രീതി, ഡാൻസ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പം നമുക്ക് മൂവ്മെന്റ് കൂടുതലാണ്. മറ്റൊരു പക്ക 1 2 3 4 എക്സസൈസിനേക്കാളും കുറച്ചും കൂടി ഒരു ഫ്ലോയി ആണ്, നമ്മൾ ഫ്ലെക്സിബിൾ ആവും കുറച്ചുകൂടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ജോയിന്റ് പെയിൻ ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ല റിലീഫാണ്. നമുക്ക് എല്ലാ ഭാഗങ്ങളും മൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് മൊബിലിറ്റി കൂടുന്നു. അപ്പൊ അതുവഴി നമ്മുടെ പോസ്ചറൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു കാല് വെക്കുന്നതിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടും, പോസ്ചർ ഇംപ്രൂവ് ചെയ്യും, ഫ്ലെക്സിബിലിറ്റി കൂടും. ഈ പെയിനൊക്കെ നല്ല വ്യത്യാസം ഒരുപാട് പേർക്കുണ്ട്. അതായത് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ്, ഇപ്പൊ ഡയബറ്റിക് ഒക്കെ. അപ്പൊ അതിനൊക്കെ നല്ല റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു കൺട്രോൾഡ് ആയിട്ട് വരുന്നതായിട്ട് നമ്മുടെ റിസൾട്ട്സ് ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അത് ഒരു നോർമൽ പേസിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിന്റെയൊക്കെ ഈ ഒരു ഇത് ഫോളോ ചെയ്യും. മെയിൻ മൈൻഡാണ്, ഹാപ്പി ആയിരിക്കുന്നു നമ്മൾ ആ 1 മണിക്കൂർ. നമ്മൾ അറിയുന്നില്ല എക്സസൈസ് ആണ് ചെയ്യുന്നത് എന്നറിയാതെ നമ്മൾ എക്സസൈസ് ചെയ്യുവാണ്. ഇത് തന്നെ എക്സസൈസ് ഇൻ ഡിസ്ഗൈസ് എന്നാണ് സുംബേനെ പറയാ. ലൈക് വർക്ക്ഔട്ട് ഇൻ ഡിസ്ഗൈസ്. നമ്മൾ അറിയുന്നില്ല നമ്മൾ എക്സസൈസ്, നമ്മൾ ഡാൻസ് കളിക്കുന്നു, കുറച്ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, ചെയ്യുന്നു. ആ 1 മണിക്കൂർ നമുക്ക് കുറെ കാലറീസ് അങ്ങ് ബേൺ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല നമ്മൾ എക്സസൈസ് ചെയ്യാന്ന്. ആ ഒരു ഫീലിംഗ് ഇല്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ബാക്കി വർക്ക്ഔട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ഒരു പാർട്ടിക്ക് പോകുന്ന ഫീലിലാണ് ഇങ്ങോട്ട് വരിക, പാട്ട് കേൾക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ശരിയാണ്. കുറെ പേർക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഓക്കെ എനിക്ക് ഇത്തിരി വെയിറ്റ് ലൂസ് ചെയ്യണം എന്ന് വിചാരിച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ അയ്യോ എക്സസൈസ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. ഫോണിൽ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഇവിടെ എന്ന് പറയുമ്പോൾ സൂംബ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡാൻസ് ഫോം പോലെ ആയിട്ട് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്കൊരു ഷെയിം, ആദ്യം പറയാം മടിയെല്ലാം കളയണം, എന്നിട്ട് ചെയ്യണം. പക്ഷെ അതൊരു 2 ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആ ഇൻഹിബിഷൻസ് ഒക്കെ മാറും. എക്സസൈസ് ചെയ്യുമ്പോൾ സാറ്റർഡേ സൺഡേ ആവാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യും. ഇതിപ്പോ ആൾട്ടർനേറ്റ് ഡേയ്സാണ് ഞങ്ങളെ ക്ലാസ്. അപ്പൊ മൺഡേ വന്നു കഴിഞ്ഞാൽ അയ്യോ ഇനി വെനസ്ഡേ അല്ലേ ക്ലാസ്സിലോ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും ക്ലാസ്സിന് പോകും. എല്ലാ ദിവസവും അവർക്ക് ഇങ്ങനെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ആ ഒരു എന്താന്ന് നമ്മളിപ്പം പുറത്തിറങ്ങുമ്പോൾ നമ്മളെ കാണാൻ ആൾക്കാർ എങ്ങനെയായിരിക്കും, ഒരു പബ്ലിക്കിനിടെ പോകുമ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മളെങ്ങനെയായിരിക്കും മറ്റുള്ളവരെ കാണുക. നമ്മൾ പൊതുവെ എല്ലാവരെയും നമുക്ക് എങ്ങനെയാണോ നമ്മൾ എന്നുള്ളതല്ല, മറ്റുള്ളവർ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് അതായിരിക്കും നമ്മുടെ മെയിൻ ഒരു സംഭവം. ഇവിടെ അങ്ങനെ വരുമ്പോൾ ഈ കോമൺ ആയിട്ട് എല്ലാവരും ഫ്രണ്ട്ലി ഈ ടോട്ടൽ ബോഡിയും നമ്മളിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇനി പുറത്തിറങ്ങി നല്ലൊരു കോൺഫിഡൻസ് തന്നെയാണ്. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തതിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും, നമുക്കും ആവുന്നുണ്ട് ഇത് ചെയ്യാൻ. ലൈക്ക് ഡാൻസ് കളിച്ചു, ഞാൻ ഡാൻസ് കളിച്ചു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഡാൻസ് തന്നെ എന്താ പറയാ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഒരു ഡാൻസ്. അതുപോലെ മ്യൂസിക്കും നമുക്കൊരു തെറാപ്പിയാണ് ആക്ച്വലി. ഡാൻസ് തെറാപ്പിയും മ്യൂസിക് തെറാപ്പിയും ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി ഒരു മിക്സ്ഡ് ഫോമാണ് സുംബ. ഇപ്പൊ ഒരു ഡിപ്രഷനോ അങ്ങനത്തെ പല മനസ്സിന് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, ശരീരത്തിനല്ല വേദനകളും അസുഖങ്ങളും അല്ലാതെ മനസ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിന് ഒരുപാട് റിലീഫ് ആക്ച്വലി ഒരു സുംബ ക്ലാസ്സിലൂടെ ലഭിക്കുന്നവരുണ്ട്. മെയിൻ ഫാക്ടർ ഇതാണ്, ഹാപ്പി ഹോർമോൺ റിലീസ് ആവുകയാണ് നമ്മുടെ ബോഡിയിൽ. അപ്പൊ അത് മൈൻഡിന് വളരെ എഫക്റ്റീവാണ്. ഒരു സൂതിങ് എഫക്റ്റ് തീർച്ചയായിട്ടും. ഇപ്പൊ രാവിലത്തെ ക്ലാസ്സിനൊക്കെ വരുന്നവര് രാവിലെ വെളുപ്പിന്റെ ക്ലാസ് കഴിഞ്ഞാൽ അവർ പറയുന്ന ആ ഫുൾ ഡേ അവർക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അത് പിന്നെ ഏത് എക്സസൈസും അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഭയങ്കരമായിട്ടൊരു ഫീല് വരും. നമ്മളെ തന്നെ കണ്ട ഒരു 1 hour ടോട്ടലി പറഞ്ഞു പുറത്ത് എന്ത് നടക്കുന്നു, അവിടെയുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഇന്ന ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നുമില്ല. ഒന്നും ആലോചിക്കാനുള്ള സമയമില്ല. നമ്മൾ ചെയ്യുന്ന ഇതിൽ ഫുൾ ഇൻവോൾവ് ആയിട്ട് ആ ഒരു 1 hour ഫുൾ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. അത് തന്നെയാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ പല പ്രായത്തിലുള്ള ആൾക്കാരാണ് ഒരു ക്ലാസ്സിലുണ്ടാവുക. അവര് തമ്മിൽ അങ്ങനത്തെ യാതൊരു ഡിഫറൻസും ഇല്ല. അവര് എല്ലാവരും ഒരേ പ്രായത്തിലോട്ട് വരും. അതാണ് മെയിൻ ആയിട്ട്. ചില ഫണ്ണി മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ ഡാൻസിന്റെ ഇടയിൽ ഉണ്ടാവും. അപ്പൊ അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുട്ടിയായി.
ചില ആക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഇത്ര പ്രായമായിരുന്നു നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടാവില്ലേ, ഷൗട്ട് ഔട്ട് ചെയ്യണം നമുക്ക് ഓരോ ചില ആക്ഷൻസ്. അപ്പൊ അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പം എല്ലാവരുടെയും മനസ്സിനുള്ളിലുള്ള ഒരു യങ്ങർ വേർഷൻ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ പ്രായമുള്ളവരാണെങ്കിൽ അപ്പൊ അവരതിനനുസരിച്ച് ആ ചെറിയ കുട്ടികൾ അത്രയും അവരും അതേപോലെ ആവാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുറച്ച് ഒതുങ്ങിയിരിക്കണം, അതെ, സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, ഒതുങ്ങിയിരിക്കണം, ഡാൻസ് ഒന്നും കളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇതിലേക്ക് ഇപ്പോഴും ഞാൻ പറയാം ഒരു 2 years ആയി നമ്മൾ സുംബ ക്ലാസ് തുടങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് പോകുന്നു. ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് കണ്ണൂര് ഞങ്ങൾ 2 പേരും പിന്നെ 3 പേരാണ് ഉള്ളത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് അങ്ങനെ അങ്ങോട്ട് ആയിട്ടില്ല ഇതിന്. അന്നുള്ള ഒരുമാതിരി അതേ കാഴ്ചപ്പാട് തന്നെയാണ് ആൾക്കാർക്ക് ഉണ്ട്. ഒരുപാട് പേര് ക്ലാസ്സിലുണ്ട്. അത് അവര് മാറി വരുന്നു. കണ്ണൂർ ആക്ച്വലി നല്ലോണം അതിനെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. ഇവിടുത്തെ ഒരു ട്രെൻഡ് അത് ആയി വരുന്നത് ഇപ്പോഴും ആ ഒരു സ്റ്റേജിൽ തന്നെ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒരുപാട്. ഈ പറഞ്ഞ മടിയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ആഗ്രഹമുണ്ട്, പക്ഷെ ഇതെന്താണെന്ന് അറിയോ അതിനുള്ള ഒരു ഇതില്ല. വന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങള് ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല, ഞങ്ങളൊരു ക്ലാസിക്കൽ പോയിട്ട് ഡാൻസേ പഠിക്കണ്ട അങ്ങനെ പറയാം. ഡാൻസ് അറിയില്ല, ഡാൻസ് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയില്ല, ഡാൻസ് അറിഞ്ഞാലെന്നുള്ള ഒരു സംഭവം ഇതിനില്ല. ആക്ച്വലി അറിയാതിരിക്കണം. ഞാൻ പറഞ്ഞാലേ നമുക്ക് കറക്റ്റ് ടെക്നിക്ക് ഫോളോ ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ. അറിഞ്ഞു പോയാൽ നമ്മളിങ്ങനെ കുറച്ചൊരു ഡാൻസ് ആയിപ്പോവും. അതാവാതിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്നാലാണ് എഫക്റ്റ് നമുക്ക് ആ വേണ്ട എഫക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ മെയിൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ സൂംബ പറഞ്ഞു കൊടുക്കുന്ന ആളെ നമ്മൾ എന്താ പറയാ? ആക്ച്വലി സുംബ ഇൻസ്ട്രക്ടർ നെറ്റ്വർക്ക് ഉണ്ട്, അതിന്റെ ഭാഗമാണ് ഞങ്ങൾ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് സിൻ എന്നാണ് പറയാം. സുംബ ഇൻസ്ട്രക്ടർ നെറ്റ്വർക്ക് അതിന്റെ ഭാഗമാണ് ഞങ്ങൾ. അപ്പം സിൻ എന്നാണ് ഷോർട്ട് ഫോം. സിൻ പ്രിയ അങ്ങനെയാണ് നമ്മുടെ ടൈറ്റിൽ പറയുന്നത്. സിൻ ആയിട്ടുള്ളവരാണ് ഇൻസ്ട്രക്ടേഴ്സ്. സോ ഇനി മുതൽ നമുക്ക് ഫ്രഷ് വൈബ്സിൽ സൂംബയും ഉണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഫിറ്റ്നസ് ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് സനിക ചേച്ചിയും പ്രിയ ചേച്ചിയും ഇനി മുതൽ ഫ്രഷ് വൈബ്സിൽ നമ്മുടെ ഒപ്പം ഉണ്ട്. സോ സ്റ്റേ ട്യൂൺ. ഫ്രഷ് വൈബ്സ്, സ്റ്റാർട്ട് ഫ്രഷ്, ഫീൽ ഫ്രഷ്.